ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ 250 ml കപ്പിൽ 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഡാർക്ക് കൊക്കോ പൗഡർ ആയതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മതിയാകും. ലൈറ്റ് കൊക്കോ പൗഡർ ആണെങ്കിൽ നിങ്ങളൊരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നേരിട്ട് അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2-3 തവണ അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അരച്ചെടുക്കുമെങ്കിൽ ഒറ്റ തവണ നമുക്കൊന്ന് അരച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇതെല്ലാം അരച്ചെടുത്ത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ നനവ് ഒട്ടും പാടില്ല. നല്ലതുപോലെ ബീറ്റ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര 2-3 തവണയായിട്ട് ഇട്ട് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിയാണെങ്കിൽ 1 കപ്പ് എടുത്താൽ മതിയാകും. ഇനി നമുക്കത് കുറേശ്ശെ ഇട്ട് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പതയോടുകൂടി വേണം നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. നല്ല ക്രീമി രൂപത്തിലാകണം. അപ്പോൾ പഞ്ചസാര 2-3 തവണ അടിച്ച് നല്ല ക്രീമി രൂപത്തിൽ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് തവണ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതിയാകും. ഇനി അതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് ഒരു വിസ്ക് വെച്ചിട്ട് ഇളക്കിയെടുത്താലും മതിയാകും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വേണം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി, ഒരുപാട് തവണ ബീറ്റ് ചെയ്തെടുക്കരുത്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് പാലൊഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് തിളപ്പിച്ചാറിയ പാലാണ്, റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് തണുത്ത പാലോ തണുത്ത സാധനങ്ങളോ ഒന്നും എടുക്കരുത് കേക്കിന്. അപ്പോൾ എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ കേക്കിന് ഉപയോഗിക്കാവൂ. അപ്പോൾ പൊടികളിട്ട് കൊടുത്ത് കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ പാല് വേണ്ട അതനുസരിച്ച് വേണം നമ്മൾ ഈ ഫ്ലോറിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി. പിന്നെ അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഞാനൊരു കേക്കിൻ്റെ ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ചൊന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഇളക്കിയെടുത്ത ശേഷം കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് തവണ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയൊന്നും എടുക്കുകയും ചെയ്യല്ലേ, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തു. 10 മിനിറ്റായിട്ട് ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 35-45 മിനിറ്റോളം ആവുകയും വരും. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മളിതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാവൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് 250 ml കപ്പിലെ. അപ്പോൾ നമ്മളിതിൻ്റെ പാത്രങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച ശേഷമാണ് ഇതിലേക്ക് ക്രീം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 സ്പീഡിലാണ് ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഒരു പാത്രത്തിൽ ഐസായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്യാമെങ്കിൽ പെട്ടെന്ന് ഇത് നല്ല സ്റ്റിഫായിട്ട് വരും. അപ്പോൾ നല്ല ക്രീമി നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിനുള്ള ചോക്ലേറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനൊരു 1/2 കപ്പ് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചൂടാക്കി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ ചോക്ലേറ്റൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് വന്നോളും ഈ ഒരു ചോക്ലേറ്റിൻ്റെ സിറപ്പ്. ആ സമയം കൊണ്ട് നമ്മുടെ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് 3 ലെയറായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണിക്കാൻ നേരത്തെ ഞാൻ കേക്കിൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിക്കാഞ്ഞത്. അപ്പോൾ അതിന് മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും വിപ്പിംഗ് ക്രീം എന്ന് തേച്ച് കൊടുത്ത ശേഷം നമുക്ക് എല്ലാ സൈഡിലും ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ ക്രീമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ
ക്രീം നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. വലിയ ആഡംബരവും ഡെക്കറേഷനും ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റോടു കൂടിയും വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നട്ട്സോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഫില്ലിംഗ് ആയിട്ട്. അപ്പോൾ അടുത്ത ലെയർ വെച്ച് കൊടുത്തു, ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തു, വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തു, എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. കേക്കെല്ലാം ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ട് എല്ലാം ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് ഇതുപോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടൊന്നുമില്ല. എൻ്റെ ബാക്കി എല്ലാ കേക്കിലും ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളതൊന്ന് പോയി കാണുക. പിന്നെ ബാക്കി എല്ലാ ചോക്ലേറ്റും ഞാൻ ഇതിലേക്ക് മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല, നമുക്കറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ രീതിയിലാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാനൊരു 1/4 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചൂടാക്കി ഒഴിച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കിയ ശേഷം ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കതിന് മണ്ടയ്ക്ക് റോസാപ്പൂവ് വരച്ച് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ വീട്ടമ്മമാർക്ക് വളരെ ഈസിയായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റോട് കൂടിയുള്ളൊരു കേക്കാണ്. വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ചൂസ്.